ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. മുന്നയുടെ ബർത്ത്ഡേ ആണ് 31st, അതായത് നാളെ. അപ്പോൾ ഞാൻ ഹസൻ കൂടെ ഒരു കുഞ്ഞ് സർപ്രൈസ്, അപ്പോൾ അടിയിൽ പോയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് കുഞ്ഞ് സർപ്രൈസ് രാത്രി 12 മണിയാകുമ്പോൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഞങ്ങൾ ഡെക്കറേഷൻസ് എന്നുള്ള സംഭവമൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ വാങ്ങിച്ചേക്കണത് കുറച്ച് ഞങ്ങൾ തന്നെ എഴുതി പേപ്പറിൽ കട്ട് ചെയ്ത് കളർ ചെയ്തിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ഡാഡി എന്നുള്ളൊരു സംഭവമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേക്ക് വാങ്ങിക്കണം. അടിയിൽ പോയിട്ട് എന്താ കിട്ടണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അടിയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് എന്നൊന്നും പറയാനുള്ള, ജസ്റ്റ് ഒരുങ്ങിയിട്ട് അടിയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ അടിയിലേക്ക് പോകാൻ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ എന്താണ് കിട്ടാമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് സൗദിയിൽ വന്നിട്ട് ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത്. അപ്പോൾ അടിയിൽ പോയിട്ട് എന്താ കിട്ടാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കം, ലെറ്റ്സ് ഗോ ഹണി. కొంచెం പതച്ചയിലാണ്, നല്ല വെയില്. Our hearts beat to the city streets. We began to feel the fire. സ്മോൾ ഐസ്ക്രീം വേറെ ഒന്നും ഇവിടെ ഇല്ലാത്ത കാരണം വി ഹാവ് ടു ഗോ ഫോർ ദിസ്. കുഞ്ഞ് കേക്ക് വാങ്ങിച്ച് ഞങ്ങൾ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. വേറെ ഒന്നും ഇവിടെ ഇല്ല. നത്തിങ്. ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. സോ ഇവിടെ ഒന്നുമേ ഇല്ല. ഉള്ളത് തീർന്നും പോയി. മാർക്കറ്റിലെത്തി ഫുള്ള് സെർച്ച് ചെയ്ത് കേക്കൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാനിവിടെ നിൽക്കുന്ന ആളോട് ചോദിച്ചു കേക്ക് വല്ലതും ഉണ്ടോയെന്ന്. പക്ഷേ ഉണ്ടായിരുന്നു, എല്ലാം ഫിനിഷായി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് എന്തെങ്കിലും കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്ത്. പക്ഷേ അത് രസം ഉണ്ടാവില്ല. സോ ഞങ്ങൾ അവിടെ വേറെ ഇങ്ങനെ ഒരു എന്താ പറയുക ഹെൽത്തി ബാസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ലഡു പോലത്തെ ഒരു സംഭവം കണ്ടു. അപ്പോൾ ആ ഒരു ബോക്സ് ഒരെണ്ണം വാങ്ങി. ഒരു സർപ്രൈസിൻ്റെ അപാരത. ഓട് 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 ഓട്. No, we cannot go from there, right? We can? Go. അങ്ങനെ നമ്മളിത് വാങ്ങിച്ച് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേക്കും കൂടി സാധനം അവിടെ ഇല്ല, ഉള്ളതൊക്കെ തീർന്നത്. സോ ഞങ്ങൾ ഒരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആരൊന്നോ ഇത് കറക്റ്റായി വരുമോ കേക്കല്ല, ഒരു പുഡിങ്. ഐ ജസ്റ്റ് വാണ്ട് ടു കട്ട് ഇറ്റ്. ഒരു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം, അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല അത് കറക്റ്റായിട്ട് വരുമെന്നൊന്നും. ലെറ്റ്സ് ട്രൈ. ഞാനെല്ലാം ഏകദേശം പാളിയ കാരണം എന്തെങ്കിലും മീൻസ് കുക്ക് ചെയ്യാൻ ഓർത്ത്. ഞങ്ങളിവിടെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 weeks കഴിഞ്ഞു. അപ്പോൾ പക്ഷെ സാധനങ്ങളൊന്നും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. അവൻ ആ സൈഡിലാണ്. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം അവനിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്കല്ലേ, സോ അത് ഇല്ലാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ കുക്കർ വേണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ ഞങ്ങളിങ്ങനെ വീട് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പരിമിതികൾ ഒരുപാടാണ്. അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ നോക്കണം. അതിൻ്റെ ശരിയാവുമെന്ന് അറിയില്ല, കോളായി പോവുക. അങ്ങനെ അവൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുള്ള സാധനങ്ങളൊക്കെ പൊക്കി മാറ്റി അപ്പുറത്തേക്ക് വെക്കണമെന്നാണ് നിങ്ങൾ കാണുന്നത്. പിടിച്ച്
അപ്പുറത്തേക്ക് കൊണ്ടുവന്ന്, പക്ഷേ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്ലഗ് വേറെ ടൈപ്പാണ്, വേറെ എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അത് വൻ പരാജയമായിരുന്നു. അവനിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ച് ഇനി നേരെ പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കണം. കുക്കിംഗ് മീൻസ് റൈസ് കുക്കറിലിട്ട് ഉണ്ടാക്കണമെന്ന് എന്തെങ്കിലും പ്രശ്നമായെന്ന് പേടിച്ചിട്ട്. സോ നേരിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് നോക്കാം. എനിക്കറിയില്ല ഇത് കറക്റ്റായിട്ട് വരാമെന്ന്. ഇതൊരു മഹാപരീക്ഷണമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് ഒരു പുഡിങ്, ഐ മീൻ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എനിക്കറിയില്ല കേക്ക് ഉണ്ടാക്കാനൊന്നും. കേക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി എൻ്റെ മഹാപരാജയമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം എന്തോ തട്ടിക്കൂട്ടി എന്തോ ശരിയായി, അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അതിന് അവൻ പ്ലേ ആക്കാൻ വേണ്ടിയിട്ട് അതിൽ കണക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് 2 weeks ആയിട്ടുള്ളൂ. നമ്മൾ വീട് പ്രോപ്പറായിട്ട് സെറ്റായിട്ടില്ല, ജസ്റ്റ് ആവുന്നുള്ളൂ. സോ നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ശരിയായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല്, ബ്രെഡ്, ബട്ടർ, എഗ്ഗ്, പിന്നെ ഷുഗർ, ആവശ്യത്തിന് ലേശം സോൾട്ട്, പിന്നെ ഏലക്ക ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതൊക്കെയാണ് ഇതിൽ വേണ്ടത്. നമുക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചിടാം. ബാറ്റർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ. ഇനി ഇത് കുറച്ച് നേരം ഒരു 15 minute ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് മുകളിൽ ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറൊരു പാനിലേക്ക് മാറ്റണം. ഞങ്ങൾ ബേക്ക് അല്ലെങ്കിൽ ആവി കയറ്റി എടുക്കാറാണ് സാധാരണ. ഇതിപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ആണോ കറക്റ്റായിട്ട് വരുമെന്നൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന പാനിലേക്ക് ബട്ടർ നല്ലോണം പുരട്ടി കൊടുക്കുക. റെസ്റ്റ് ചെയ്തിട്ട് 15 minutes കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളെ സംഭവം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ചെറിയ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കണത്. അവരിലുണ്ടാക്കുന്ന സാധനമാണ്. സോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാവോ എന്തോ. അപ്പോൾ നമ്മളുടെ പുഡിംഗ് കേക്ക് ശരിയാവോ എന്തോ ഒന്നറിയില്ല. സസ്പെൻസ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് സെറ്റാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി മുന്നേ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒളിപ്പിച്ച് വെക്കണം. എന്നിട്ട് രാത്രി ഒരു ബർത്ത്ഡേ സോങ് എന്തെങ്കിലും പ്ലേ ചെയ്തിട്ട് ഞാൻ അതിനോട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മുന്നേ തന്നെ റൂമിലിട്ടിട്ട് അടച്ചിട്ട് എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട്. സോ എല്ലാം സെറ്റാകുമെന്ന് വിചാരിക്കണം. പാടില്ലാന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മുന്നേ വാങ്ങിച്ചത് ഒരു വാച്ച്, പിന്നെ ഒരു പവർ ബാങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. സോ പവർ ബാങ്ക് മണ്ടത്തരം കാണിച്ച് എൻ്റെ ട്രോളി ബാഗിൽ വെച്ച് അങ്ങനെയൊക്കെ അവിടെ നിന്ന് ചെക്കിങ് വന്നപ്പോൾ ആ സാധനം മുന്നേ കണ്ട്. അപ്പോൾ അത് കാരണം അത് പൊളിഞ്ഞ്. പക്ഷെ വാച്ച് ഉണ്ട്. വാച്ച് അവിടെ സൂക്ഷിച്ച് വെക്കണം. മീൻസ് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോൾ വാച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷകരമായ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. അതൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ?
ഓക്കെ. അങ്ങനെ നമ്മളെ കേക്ക് സക്സസ്ഫുള്ളി സെറ്റായിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സെറ്റാവും എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലഫിയാണ് ഇത് കണ്ട, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ പുറത്ത് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരണ ടൈം ആകുമ്പോഴാണ് സർപ്രൈസ് കൊടുക്കുന്നത്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ഹോപ്പ്ഫുള്ളി എല്ലാം അടിപൊളിയാവും വിചാരിക്കണം. ഇവിടെ അറബിക് സ്റ്റൈലിൽ ഭക്ഷണം കഴിക്കുന്ന ഷുംഷും ഷംഷൂഷ് മഹസൂസ് മഹസൂസ് കറക്റ്റ്. ട്രാൻസ്ലേറ്റർ എടുത്തോ. هذا مخصوص تبغوا نغيره زي كذا الان 25 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞ് എന്നാലേ സെറ്റ് ആവും. 25 മിനിറ്റ് എടുത്തോട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കുകയല്ലാണ് ഇപ്പം എന്ത് ചെയ്യാൻ. मेरे को दूसरा राइस अच्छा नहीं लगता, मखसूस राइस अच्छा लगता है. صحة وعافية. ما في معلم عربي؟ لا 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 لا. أي لا. അപ്പോൾ ഈ സംഭവം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കണത്. നല്ല അടിപൊളിയാവും എന്നൊക്കെയാണ് മുന്നേ പറയണത്. അറിയില്ല, എന്തായാലും കഴിക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോയിങ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് സംഭവം. ബർത്ത്ഡേ ഡാഡി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കേക്ക് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് മനസ്സിലാവും ഈ കേക്കിൻ്റെ കഥ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അത് വാങ്ങിച്ചു. വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് ആളെ വിളിക്കാട്ടോ. ഇനി അധികം ഞാൻ ബർത്ത്ഡേ സോങ് പ്ലേ ചെയ്യാൻ പോലെയാണ് നല്ല സൗണ്ടിൽ.
ഈ പാട്ട് copyright വരില്ലേ? എന്ത് തോന്നി? എന്ത് ഇവള് വന്നിട്ട് സ്പെഷ്യലി എന്നില്ലാത്ത ഭയങ്കര ഹഗ്ഗും മറ്റേ ടാബൊക്കെ ഒഴിവാക്കി ഒന്ന് ഹഗ്ഗി എന്നൊക്കെ പറഞ്ഞ് എന്നെ പുറത്തു വിടാതെ കിടക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഇല്ല അവള് കണ്ടില്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുമ്പ് വിചാരിച്ചു. നീ വരുന്ന എന്താ നീ വരാത്ത വിചാരിച്ചു. ഇവളിങ്ങനെ കെട്ടിപ്പിടിച്ച് കുടുകുടുന്ന് പറയുന്നത്. ബട്ട് യു ഡിഡ് ഇറ്റ് വെൽ. നൈസ്. സ്പെഷ്യൽ ഹഗ്ഗിയൊക്കെ എനിക്ക് ഉമ്മ ഉമ്മ എന്ത് ഞങ്ങള് ഇന്നലെ ഇരുന്നിട്ട് മൊത്തം ഇരുന്ന് എഴുതി കളർ ചെയ്ത് കട്ട് ചെയ്ത് അത്രയാണെങ്കിലും വേദന എടുത്തിട്ട്. That's why you were asking for a scissors. Happy birthday to you. Happy birthday to you. Happy birthday dear daddy. Happy birthday to you. No, that's all. Very nice. It's tasty. Homemade cake. ഹോം മെയ്ഡ് കേക്കിന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ, എങ്ങനെയാണ് ഹോം മെയ്ഡ് കേക്ക് ഉണ്ടായെന്നുള്ളത്. ഇതിന്റെ ഫുൾ വ്ലോഗ് മുന്നേ കണ്ടിട്ടില്ല, മുന്നേക്ക് അറിയേയില്ല. ഞാൻ വീഡിയോ എടുക്കണത് സംഭവം ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഇനി മുന്നേ വീഡിയോ വരുമ്പോഴേ ഇതിന് മുന്നത്തുള്ള കുറെ കഥകളൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും. 24 years of old age ആയി. അതെ, ഇന്ന് 24ാം ജന്മദിനം ആഘോഷിക്കുന്ന കുറെ എനിക്ക് വർഷം മുന്നേ ഞാൻ തന്നെ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങളും അന്വേഷണങ്ങളും നേരുന്നു. ഹാപ്പി ആയാ? Yeah. We'll ഇത് give a ഭയങ്കര gift to ഇഷ്ടമായി. daddy. I really like it. ഇതെനിക്ക് ഇഷ്ടമായി. അടിപൊളി. സൂപ്പർ നൈസ് വർക്ക്. കേക്ക് ഇഷ്ടമായില്ല. ഐ ലൈക്ക് ദിസ് വർക്ക്. സൂപ്പർ. ഇത് വെറുതെ ഇത് വേണ്ടായിരുന്നു. അത് ഇതാണ് മറ്റേ സ്വീറ്റ് ഓഫീസിൽ പോകുമ്പോ കൊണ്ടുപോവാ. മറ്റേ സ്വീറ്റ് ഇല്ലത് നോ ഷുഗർ ആണ്. മറ്റേ ഡേറ്റ്സിന്റെ ബോൾസ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വ്ലോഗിൽ എൻ്റെ ഉമ്മിയുടെ ബർത്ത്ഡേയും കൂടെയാണ് നാളെ. അപ്പോൾ അതിനും കൂടെ ഞാൻ ഉമ്മിക്ക് കുഞ്ഞ് സർപ്രൈസായിട്ട് ഉമ്മിക്ക് ഒരു ഡ്രസ്സും പിന്നെ കേക്കൊക്കെ ആയിട്ട് കുറച്ച് ചെറിയ സർപ്രൈസൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാം കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അപ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കൊടുക്കുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. That's it. അപ്പോൾ